ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോട്ടഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴത്തെ ലൈനിൽ നിന്നും ഇതുപോലെ നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ഈ ത്രെഡ് ഉണ്ടല്ലോ, ഈ ത്രെഡിനെ തള്ളവിരലുകൊണ്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. ആ തള്ളവിരലൊന്ന് ചുറ്റിയതിന് ശേഷം ഇതുപോലെ വെച്ച് ആ റൗണ്ട് ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മൾ മീദത്തെ ലൈനിൽ കുത്തിയെടുക്കുക. കണ്ടോ, ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ വേണം മീദത്തെ ലൈനിൽ കുത്തിയെടുക്കാൻ. താഴത്തെ ലൈനിൽ കുത്തുമ്പം ആ ഒരു സ്റ്റിച്ചിനെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഫസ്റ്റ് കുത്തിയെടുത്തില്ലേ ആ ഒരു ത്രെഡ് കണ്ടോ, ഫസ്റ്റ് കുത്തിയെടുത്ത് ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഈ ഒരു ത്രെഡിനെയാണ് നമ്മൾ നീഡിലിൻ്റെ അടിയിലൂടെ ലൂപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മീദത്തെ ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം മീതെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോട്ട് വരും. വീണ്ടും ഇതുപോലെ തള്ളവിരലൊന്ന് ചുറ്റിയതിന് ശേഷം മീദത്തെ ലൈനിൽ നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലാണ് കുത്തുന്നത്. താഴത്തെ ലൈനിലേക്ക് കുത്തിയെടുക്കുന്നതിന് മുന്നായിട്ട് ആ ഒരു സ്റ്റിച്ചിനെ മാറ്റിയിട്ട് താഴത്തെ ലൈനിലെ ത്രെഡ് ഉണ്ടല്ലോ, ഈ ഒരു ത്രെഡിലൂടെയാണ് നമ്മൾ ലൂപ്പിട്ട് കൊടുക്കുന്നത്. കണ്ടോ, എന്നിട്ട് ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ചെയ്തു വന്നാൽ കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് തോന്നുന്നത്, പക്ഷെ ചെയ്തു വരുമ്പോൾ അത് വളരെ സിമ്പിൾ സ്റ്റിച്ചാണ്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് 3 സ്റ്റാൻഡ്സ് ഇട്ടിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. 6 സ്റ്റാൻഡ്സ് ഇട്ടിട്ട് ചെയ്താൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ 6 സ്റ്റാൻഡ്സ് ഇട്ട് ചെയ്തോളൂ. കാരണം ഇത് 3 സ്റ്റാൻഡ്സ് ഇടുമ്പോൾ ഇത്തിരി ലൂസായിട്ട് വരുന്നുണ്ട്, അതുപോലെ നോട്ടും വളരെ ചെറുതായിട്ടാണ് വരിക. അപ്പോൾ 6 സ്റ്റാൻഡ്സ് ഇടുമ്പോൾ കുറച്ചൊരു ടൈറ്റ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. ഇതുപോലെ നമുക്ക് ഈ ഒരു ലൈന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം.